ഇതുകൊണ്ട് വല്ല ഈശ്വരനെ കിട്ടുമോ? കിട്ടുകയല്ല. അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അല്ലാതെ ഒന്നും ചെയ്തിട്ടൊരു പ്രയോജനമില്ല. സിദ്ധകുഞ്ചിയുടെ പ്രധാന ഏക ലക്ഷ്യമെന്ന് പറയാവുന്നത് സർവാഭീഷ്ട സിദ്ധിയാണ്. സങ്കല്പസിദ്ധി എന്ന് പറയും. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നേടണ്ടേ. മഹാരാജി, അഘോര മന്ത്രവും സിദ്ധകുഞ്ചികയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? അഘോര മന്ത്രത്തിൻ്റെ പ്രധാനം ബാധോച്ചാടനം, ഭയത്തിൽ നിന്ന് വിമുക്തി, ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. ആയുരാരോഗ്യ രക്ഷയ്ക്കായിട്ടും സങ്കല്പമല്ല, ഇഷ്ടസിദ്ധിക്കും ഒക്കെ ആയിട്ടും പ്രയോജനം കിട്ടുമെങ്കിലും പ്രധാനം അതിന് ബാധോപദ്രവങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഭയത്തിൽ നിന്ന് വിടുതൽ, ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. സിദ്ധകുഞ്ചിയുടെ പ്രധാനവും ഏക ലക്ഷ്യമെന്ന് പറയാവുന്നത് സർവാഭീഷ്ട സിദ്ധിയാണ്. സങ്കല്പസിദ്ധി എന്ന് പറയും. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നേടണ്ടേ. അത് നേടണമെങ്കിൽ പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്ത ഇച്ഛയായിരിക്കണം, ഇല്ലേ? ഈശ്വര വിരുദ്ധം എന്ന് വെച്ചാൽ അവിടെ പ്രകൃതി വിരുദ്ധം അല്ലാത്ത ഇച്ഛകളായിരിക്കണം. അതങ്ങനെയുള്ള ഇച്ഛകളെ എൻ്റെ മനസ്സിൽ വ്യക്തമായിട്ട് തെളിഞ്ഞു വരികയുള്ളൂ. ആ സങ്കല്പസിദ്ധിക്കായിട്ടാണ് സിദ്ധ കുഞ്ചിക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സിദ്ധികളുടെ താക്കോൽ, താഴ് തുറക്കാനുള്ള താക്കോലാണ് സിദ്ധകുഞ്ചിക മന്ത്രം. പിടികിട്ടിയ? ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര നാരോ ആയിരിക്കും. ചിലർക്ക് ചിലതൊക്കെ വിശ്വാസമായിരിക്കാം, ചിലർക്ക് ചിലതൊക്കെ അന്ധവിശ്വാസമായിരിക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ ക്ഷേത്രവുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പൂജ കഴിഞ്ഞ് കഴിയുമ്പം അങ്ങ് എല്ലാവരുടെയും കയ്യിൽ ഒരു ചുമന്ന ചരട് കെട്ടിക്കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കണം എന്നില്ല കെട്ടുന്നത്, ചിലർക്ക് കെട്ടുന്ന കണ്ടിട്ടുണ്ട്. അത് ശരിക്കും എന്തിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്? അത് ചോദ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് ചേരുന്നില്ല ഈ ഭാഗം. എങ്കിലും നമ്മൾ ചോദ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് തുടങ്ങാം. വിശ്വാസം, അന്ധവിശ്വാസം എല്ലാം ഒരു തരത്തിൽ, ഏത് വിശ്വാസവും അന്ധവിശ്വാസമാണ്, അല്ലേ? വിശ്വാസങ്ങളൊക്കെ അന്ധമാണ്. അതുകൊണ്ടാണല്ലോ വിശ്വസിക്കേണ്ടി വരുന്നത്. വായുവുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുവോ? ജലമുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുവോ? അഗ്നിയുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുവോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? താങ്കൾക്കറിയാതുണ്ട് എന്ന് ഇപ്പോൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട് എന്നൊക്കെ വിശ്വസിക്കണോ? വേണ്ട, അറിയാമല്ലോ. ഇന്ദ്രിയഗ്രാഹ്യങ്ങളാണ് അതൊക്കെ. അപ്പം നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാവുന്ന വിഷയങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട്. പക്ഷേ ചരട് കെട്ടിക്കൊടുക്കുക എങ്ങനെ അന്ധവിശ്വാസമോ വിശ്വാസമോ ആവും? ചിലർക്കൊക്കെ അത് കെട്ടുക എന്നൊക്കെ പറയുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ ഇതിൽ പെടുന്നതല്ലേ? അത് അവരങ്ങനെ ധരിച്ചു വെച്ചേക്കുക അന്ധവിശ്വാസം. ചരട് കെട്ടുന്നതിൽ എന്താ അത്ര വലിയ കഥ? ചരട് കെട്ടുന്നത് രക്ഷ എന്നതിന് പറയുക. മന്ത്രം ജപിച്ച് ചരട് കെട്ടുന്ന മൂലം എനിക്ക് രക്ഷ കിട്ടും എന്ന വിശ്വാസം, അത് അനുഭവമായി തീരും. യദ്ഭാവം തദ് ഭവതി എന്നല്ലേ? വിശ്വാസമില്ലാത്തവന് ഫലിക്കില്ല. പൊതുവിൽ അങ്ങനെ എല്ലാവർക്കും ചരട് കെട്ടി കൊടുക്കാറില്ലല്ലോ. പ്രത്യേകിച്ചും പ്രധാന വിധിയായിട്ട് 3 ദിവസം ഹോമം ചെയ്തവർക്കാണ് ആ ഹോമത്തിൽ, ആ ഹോമാഗ്നി, അഘോര അഗ്നിയിൽ നിന്ന്, അല്ലെ അഘോരാഗ്നിയിൽ നിന്നും പൂജിച്ചെടുത്ത ആ രക്ഷ നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അവരുടെ മനസ്സ് പാകമായിട്ടുണ്ടാവും. അല്ലെ തന്നെ ഞാൻ ആർക്കും നിർബന്ധിച്ച് കിട്ടാറില്ലല്ലോ. ഇവിടെ വന്ന് ചോദിക്കുന്നവർക്ക് മാത്രമല്ല. അപ്പോൾ അവർക്കത് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. അല്ല എല്ലാവരും ഞാൻ ചരട് കെട്ടി രക്ഷിച്ച് കളയാം എന്നൊന്നും ഞാൻ പറയാറില്ലല്ലോ. രക്ഷിക്കാമെന്നും പറയാറില്ല. ചരടല്ല രക്ഷിക്കുന്ന ഈശ്വരൻ അവർക്കറിയാം. പക്ഷെ ഓരോ തവണയും ആ ചരലിലിട്ട് നോക്കുമ്പോൾ സ്ത്രീകൾ പൊതുവെ ഇടത് കൈയിലും പുരുഷന്മാരുടെ എന്താ കാണുക? ഗുരുവിനെ ഓർമ്മ വരും, ഈശ്വരനെ ഓർമ്മ വരും, ഇല്ലേ? അതവർക്ക് രക്ഷയായി ഭവിക്കുന്നില്ലേ? ഇതിലെന്താ അന്ധവിശ്വാസം? ഇനി അന്ധവിശ്വാസം എന്നാൽ എന്ത്? നമ്മൾക്ക് വിശ്വാസങ്ങൾ നമ്മളുടെ ജീവിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങൾ അന്ധവിശ്വാസം എന്ന് വിളിക്കാം. ജീവിതത്തെ അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ വിശ്വാസം, ശുദ്ധമായ വിശ്വാസം എന്ന് വിളിക്കാം, ഇല്ലേ? പല കാര്യവും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ കാലം കൊണ്ട് ഇപ്പം പറയും എല്ലാ ഈശ്വരനാണ് എന്നുള്ളത് ഇപ്പം നമ്മൾ വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസം എന്ന് വേണേൽ വിളിക്കും, ഇല്ലേ? പക്ഷെ അന്ധവിശ്വാസമൊന്നുമല്ല. എല്ലായിടത്തും ഈശോ എന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിന് പ്രസന്നത ഉണ്ടാവില്ലേ? സന്തോഷം ഉണ്ടാവില്ലേ? ജീവിതത്തിൽ സപ്പോർട്ടീവ് അല്ലേ? അതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ബാഡ് ഇമ്പാക്റ്റ്, ലൈഫ് നെഗറ്റീവായ ഇമ്പാക്റ്റ് ഇല്ല. കാരണം എല്ലാ ഈശോ എന്ന് കണ്ടാൽ നമ്മുടെ പ്രസന്നത ഉണ്ടാവണം. അതാണ് ആ വിശ്വാസം.
ആ വിശ്വാസം അനുഭവിത്തലിലൂടെ ഉറപ്പായി മാറും. ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഈ വിഷയങ്ങളെ ഉപനിഷത്തുകളൊക്കെ വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ഇല്ലേ. സർവം ഖലു ഇതം ബ്രഹ്മ ഈശാവാസ്യമിതം സർവം കങ്കർ കങ്കർ ഹേ ശിവശങ്കർ. ഓരോ അൺമളത്തിരി ഈശ്വരനാണെന്നും ഈ കാണപ്പെടുന്ന ഈശ്വരനാണെന്നും ഈശ്വരൻ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണെന്നും ഒക്കെ ഗുരുക്കന്മാർ വീണ്ടും വീണ്ടും പറഞ്ഞതിനെ അനുഭവിച്ച് നോക്കുക. അപ്പോൾ അത് ഉറയ്ക്കും. പിന്നെ അത് വിശ്വാസമല്ല, അത് അനുഭൂതിയായി മാറി. അനുഭൂതിയിലെത്താൻ വേണ്ടിയാണ് അതിന് തുടക്കകാലങ്ങളിൽ ഇത്തരം പല ചടങ്ങുകളും പല കർമ്മങ്ങളും ഗുരുക്കന്മാർ ഓരോ തലത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ രക്ഷ. രക്ഷ വേണ്ടവർ രക്ഷ കിട്ടിച്ചാൽ മതിയാവും. നമ്മൾ അന്ധവിശ്വാസങ്ങളെയൊന്നും പ്രചരിപ്പിക്കുന്നുമില്ല. അതിൻ്റെ പുറകിലൊരു ഡീപ്പ് സൈക്കോളജി ഉണ്ട്, മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രത്തെയാണ് പ്രയോഗിക്കുന്നത്. വൈദ്യന് അങ്ങനെയാണ്, വൈദ്യന്മാരുടെ രീതികളായതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പൊ ഈ സ്ത്രീകൾക്ക് ഇടത്തെ കയ്യിലും പുരുഷന്മാർക്ക് വലത്തെ കയ്യിലും കിട്ടുന്നതിന്റെ ഒരു കാര്യം എന്താ? സ്ത്രീ ആകണം, പുരുഷൻ പുരുഷനാവണം. ഈ സ്ത്രീ പുരുഷൻ എന്നൊന്നും പ്രകൃതിയില്ല. പ്രകൃതി മൊത്തം സ്ത്രീയാണ്. പരിണമിക്കുന്ന എന്തും സ്ത്രീയാണ്. നിശ്ചല ഭാവത്തോട്, സ്ഥിരഭാവത്തോട്, സാക്ഷി ഭാവത്തോട് ഇരിക്കുന്ന എന്താണോ അതാണ് പുരുഷതത്വം. പുരുഷൻ ലോജിക്കൽ പ്രധാനാവണ്ടേ. സ്ത്രീ ഇതുകൊണ്ട് ഇല്ലോജിക്കലാവണമെന്നല്ല. സ്ത്രീ ഭാവപ്രധാനയാണ്, ഭക്തിപ്രധാനയാണ്, പ്രേമപ്രധാനയാണ്. അപ്പോൾ അവളെ അത് ഓർമ്മപ്പെടുത്താനും അവൾ സ്ത്രീയാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ ആനന്ദപരമായിട്ട് ജീവിക്കാൻ അവൾക്ക് ഇടത് കയ്യിൽ കെട്ടിക്കൊടുക്കും. പുരുഷനെ അവൻ പുരുഷനാണ്, നിശ്ചലനാണ്, അവൻ ധർമ്മിഷ്ഠനായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അവന് വലത് കയ്യിലും കെട്ടിക്കൊടുക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലുകളാണ്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവന് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകും. അല്ലാത്തവർക്ക് കേവലം ഒരു രക്ഷ. ഗുരുജി രക്ഷിക്കും, ഈശ്വരൻ രക്ഷിക്കും എന്നൊക്കെ ഓരോരുത്തർ വിചാരിക്കും. രക്ഷിക്കുന്നതൊക്കെ ആത്മാവാണ്, ആത്മസത്യമാണ്, പ്രകൃതിയാണ്. സർവത്വം നഞ്ഞിരിപ്പുണ്ട്, രക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വാസം ഉറച്ചാൽ മതി. അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സിദ്ധി എന്താണ്? ശാന്തിയാ പരമസിദ്ധി. ഇതെല്ലാം വലിയ പ്രയാസമല്ലേ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. എത്ര നമ്മൾ മാറ്റാൻ നോക്കിയാലും ഒരു കർമ്മത്തിന് വേറൊരു കർമ്മം ഉണ്ടായി വരുന്നത് കാണാം അല്ലേ. നിഷ്കാമകർമ്മം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതികഠിനമാണ്. ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യും, പലപ്പോഴും ഈശ്വരനെ മറന്നു പോയില്ലേ. എത്രയാണെന്ന് പറഞ്ഞാലും മായ നമ്മളെ കുരുക്കും. പരാശക്തിയാത്, അതിനെ ജയിക്കാനൊന്നും സാധിക്കുന്നതല്ല. പതിയെ പരമേശ്വര തത്വത്തിലേക്ക് ഓരോ അടിവെച്ച് പതുക്കെ മുന്നേറുന്നതായിട്ട് തോന്നുന്ന കേട്ടോ. പരമേശ്വരനെങ്കും പോയിട്ടില്ലേ. തോന്നുമ്പോൾ സാധനാകാലത്ത് നമുക്ക് തോന്നും ഇങ്ങനെ മുന്നോട്ട് കയറുമ്പോഴും ഇപ്പം എത്താറായെന്ന് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം തകിടം മറിയുന്ന അനുഭവം ഉണ്ടാകും. അതായത് പഴയ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ ചെന്ന് വീണ അവസ്ഥ. അങ്ങനെ അനേക കാലം കഴിയുമ്പോൾ വല്ലാത്ത ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാകും. കഷ്ടപ്പാടായത്. ഇതുകൊണ്ട് വല്ല ഈശ്വരനെ കിട്ടുമോ? കിട്ടുകയല്ല. ഏത് തപസ് കൊണ്ടോ യോഗം കൊണ്ടോ ധ്യാനം കൊണ്ടോ ജപം കൊണ്ടോ ഒന്നും ഈശ്വരനെ കിട്ടില്ല. കാരണം ഈശ്വരനെങ്ങും പോയിട്ടില്ലല്ലോ. കണ്ണാടി കണ്ണേ വെച്ചുകൊണ്ട് കണ്ണാടി അന്വേഷിക്കുന്ന പോലെ കണ്ണാടിയിലൂടെ നമ്മളെല്ലാം കാണുന്നത്. അതായത് ഞാനില്ലെങ്കിൽ ഇതൊന്നുമില്ല, ഉണ്ടോ? ഈ അനുഭൂതികളൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഇതറിയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇതെല്ലാം ഒന്ന് തീർന്നു അതൊക്കെ സ്വസ്ഥമായാൽ മതിയെന്ന് തോന്നുന്നു. പക്ഷെ ആ സ്വസ്ഥത നമ്മുടെ കയ്യിലില്ല. കർമ്മങ്ങൾ നമ്മളെ തളച്ചിട്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ കർമ്മങ്ങളിൽ ആനന്ദിക്കുക. ആ പരമമായ സിദ്ധിയായ പരമശാന്തിയെ ഈശ്വര കൃപ കൊണ്ട് മാത്രമേ കിട്ടൂ. ആ ഗുരു അതിൻ്റെ സമയമാകുമ്പോൾ അത് ഉണർത്തിക്കോളും, ശാന്തിയായി ഉണർന്നോളും. അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അല്ലാതെ ഒന്നും ചെയ്തിട്ടൊരു പ്രയോജനമില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അതിലേക്ക് ഇരുന്നോളും. അതുവരെ ക്ഷമയോടെ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അനന്തത്തോടെ മുന്നോട്ട് പോവാം. ഇതാണ് എൻ്റെ അനുഭവം. മന്ത്രങ്ങളിലേക്കും സാധനയിലേക്കുള്ള അങ്ങയുടെ ജേർണി ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? മന്ത്രങ്ങളിലേക്കും സാധനങ്ങളിലേക്കും ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇതിലൂടെയൊക്കെ എന്നെ കടത്തിക്കൊണ്ട് പോയി. എനിക്ക് വേണ്ടിയിരുന്നത് മന്ത്രവും സാധനയൊന്നുമല്ല, സാധ്യമായ ആത്മസത്യത്തെ അതിനെ അനുഭവിച്ചറിയണം എന്നുള്ള ഉത്കടമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. അതല്ലാതെ വേറൊന്നുമില്ല. അതിനുപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഓരോ മാർഗമുണ്ട്. ചിലർക്ക് പ്രാണൻ്റെ വഴി, ചിലർക്ക് മനസ്സിൻ്റെ വഴി. എനിക്ക് പ്രാണനും മനസ്സും ഒരുപോലെ ചേർത്ത് കൊണ്ടുപോകണമെന്നുള്ള ആയിരുന്നു എൻ്റെ വഴി. അതുകൊണ്ട് തന്നെ പ്രാണനും, അതായത് പ്രാണായാമാദികളും ശ്വാസനിയന്ത്രണവും വിചാര പദ്ധതിയും ഒക്കെ ചേരുന്ന യോഗമാർഗവും, മനസ്സിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് കടന്ന് അതിനെ ഉണർത്തി അതിലുള്ള കരടുകളൊക്കെ നീക്കം ചെയ്ത് ശുദ്ധമാക്കിയെടുക്കുന്ന ചിത്തശുദ്ധിക്ക് ഉതകുന്ന ആനന്ദമാർഗമായിരുന്ന കുണ്ടലിനി മാർഗം അഥവാ തന്ത്രമാർഗവും ചേർന്ന അഘോരമാർഗമാണ് എന്നെ കൊണ്ടുപോയത്. ഇതിലേക്കുള്ള ജേണി കൊച്ചുനാൾ തൊട്ട് തന്നെ ഞാനങ്ങനെ ഒരു പാരമ്പര്യത്തിലാണ് വളർന്നത്. അതിലാണ് ഞാൻ വികസിച്ചത്. അതിലാന്നും ഇന്നും നിൽക്കുന്നത്. അതെനിക്ക്
ഞാൻ സ്വീകരിച്ചോ നിഷേധിച്ചോ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. ഇതിലൂടെ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ പ്രകൃതി എന്നെ കൊണ്ടുപോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എൻ്റെ ഞാനതിലേക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് സാധനാദി കാര്യങ്ങളിലൊക്കെ. പക്ഷേ എക്കാലത്തും സാധനയായിരുന്നില്ല ലക്ഷ്യം. സാധനയൊന്നും ഇല്ലാത്തൊരു ലോകം, ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടാത്തൊരു ലോകം. ആ ശാന്തതയെ, ആ പ്രേമത്തെ, ആനന്ദത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനൊരു മാർഗം. ഇനി അതിലൂടെ അതിലൂടെ കടന്ന് അത് അനുഭവിക്കുമ്പോൾ മൃത്യുവാണ് എൻ്റെ മുന്നിൽ പ്രകടമാകുന്നെങ്കിൽ അതിലേക്ക് ലയിച്ചില്ലാണ്ടാവാനും ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്തതല്ല, ഇതൊക്കെ എൻ്റെ കർമ്മങ്ങളുടെ കണ്ടിന്യൂവേഷൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ബുക്കിൽ കുറെ എക്സ്പീരിയൻസുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചല്ലേ? നടന്ന വഴിയിൽ പലതും വന്നു ചേർന്നു. നമ്മൾ ഒരു ലക്ഷ്യത്തിൽ നടക്കുകയല്ലേ. നടക്കുമ്പോൾ ലക്ഷ്യം സാധിക്കുന്ന മുമ്പ് പല പല കാര്യങ്ങളും, പല പല തടസ്സങ്ങളും, പല പല അനുകൂല സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റില്ലേ. അങ്ങനെ നടന്ന വഴി ഈ മന്ത്രങ്ങളും യോഗങ്ങളും പ്രാണന്റെ പലവിധ പദ്ധതികളും ഒക്കെ വന്നു ചേർന്നു. അതിനെയൊക്കെ വേണ്ട വിധിയിൽ സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുഭൂതികളുണ്ടായി. അതിനു വേണ്ടി പ്രകൃതി എനിക്ക് ഓൾറെഡി ഒരുക്കി വെച്ചിരുന്നതാണ് ഇതൊക്കെ, അല്ല ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ പ്രകൃതി എന്നെ പല രൂപങ്ങളിൽ നിന്ന്, പല ഗുരുരൂപങ്ങളിൽ വന്ന് എന്നെ പഠിപ്പിച്ചു, പല രൂപങ്ങളിൽ നിന്ന് എന്നെ ട്രെയിൻ ചെയ്തു, പല രൂപങ്ങളിൽ വന്ന് എന്നെ ശക്തമാക്കി. അങ്ങനെ അതിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അനുഭൂതികൾ ധാരാളം ഉണ്ടായി. ആ അനുഭവങ്ങളെ കുറച്ചൊക്കെ ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട് ബുക്കിൽ. കാരണം എൻ്റെ ഗുരു ആവശ്യപ്പെട്ടു ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ. ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എഴുതിയതും ഞാനല്ല, അനുഭൂതിയും എന്നിൽ ഉണ്ടായി വന്നത് അതും എൻ്റെ അല്ല.